ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് എപ്പിസോഡാണ്. തിങ്കളാഴ്ചത്തെ ലൈവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനിമോൾ പറയുന്നത് ബോറടിക്കുന്നു, ആരും ഒരു അനക്കം ആവില്ല, നമുക്ക് എന്തെങ്കിലും കളി കളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ സ്ഥലപ്പേര് പറഞ്ഞ് കളിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ബാബുമോനെ വിളിക്കുന്നു, അനീഷിനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്ന അക്ബറേയും നിവിനെയും കൂടി വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അങ്ങനെ അനീഷ് പോയി വിളിക്കുന്നു. അങ്ങനെ ഒരു കളിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് അക്ബറും നിവിനും പറയും ഞങ്ങൾ കളിക്കുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പം കളിക്കൊരു രസമില്ലെന്ന് പറയുന്നത്. അപ്പം ബിഗ് ബോസ് വിളിച്ച് പറയുന്നത് നിങ്ങൾ ബോറടിച്ചോ, നിങ്ങൾക്ക് ഞാനൊരു ഗെയിം തരാം, നിങ്ങൾ വന്ന് കൺവെൻഷൻ റൂമിൽ ഇരിക്കാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും അവിടെ വന്നിരിക്കുന്നു. ബിഗ് ബോസ് ചോദിച്ചു ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ നൂറയല്ലേ? അതെ, നൂറയാണ്. അപ്പം കിച്ചണിലേക്കുള്ള ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കേണ്ട ഇത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കിച്ചണിലേക്ക് അനിമോളും ആതിര ബാബുമോനെ ആക്കി. വെസൽ കഴുവാൻ നിവിനെയും അക്ബറയാക്കി. ടോയ്ലറ്റും ഒക്കെ കഴുകുന്നതിന് നമ്മുടെ ഷാനവാസ്, അനീഷ്, നൂറയും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ബിഗ് ബോസ് ഒരു ഗെയിം കൊടുക്കുന്നതാണ്, പറക്കും പൈസയും ചെക്കും ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കും, അത് പോയി പറക്കണം. അങ്ങനെ ആളുകൾ പോയി എടുത്ത് നിവിൻ്റെ അടുത്ത് പറഞ്ഞ് എടുക്കാൻ പാടില്ല. എന്നിട്ട് നിവിൻ കേൾക്കാതെ പോയി 2 ചെക്ക് എടുത്തു. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു അത് നിവിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, പക്ഷേ നിവിനത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഗെയിം കൊടുത്തു. അതിനുശേഷം പിന്നെ വേറൊരു ഗെയിം കൊടുത്തു. മണി ഓരോരുത്തരെ തലയെ കെട്ടി വെച്ചിട്ടുണ്ട്, 25,000 രൂപ കിട്ടും. അത് അനങ്ങാതെ നിൽക്കണം. അങ്ങനെ എല്ലാവരും അനങ്ങാതെ നിന്ന്, പക്ഷെ നെവിന് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം ബിഗ് ബോസ് കുറേ നേരമായിട്ട് മണി അടിക്കുന്നില്ല, തലയിലാണ് ഇത് വെച്ചേക്കുന്നത്, മണി അടിക്കുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഒറ്റക്കാലി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെ ഒറ്റക്കാലി നിൽക്കുന്നിടത്തൊക്കെ നിവിൻ ആണ് നോക്കാൻ നിൽക്കുന്നത്. നമ്മളെ അനീഷൊക്കെ ഔട്ടായി. അനിമോളെ ഔട്ടാക്കാൻ വേണ്ടി നിവിൻ ചെല്ലുന്നുണ്ട് അവളടുത്ത്. അങ്ങനെ നിവിൻ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ബാബുമോൻ ചെന്ന് ചോദിച്ച് എന്താ നിവിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന? ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, ഒരു വിഷമമില്ല, പറ. ഞാൻ പറയുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ കണ്ടോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു എനിക്ക് വിഷമം പണപ്പെട്ടി എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമാണ്. ബിഗ് ബോസ് എനിക്ക് പണി തന്നില്ലേ, പണപ്പെട്ടി എടുക്കരുതെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അക്ബറുമായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പറയുന്നു ഞാൻ പണപ്പെട്ടി എടുക്കും, ബിഗ് ബോസ് ചിലപ്പോൾ മനസ്സ് മാറിയാല, ഞാൻ പണപ്പെട്ടി എടുക്കുമ്പോൾ എടുത്തോളാൻ പറഞ്ഞാല എന്ന് പറയുന്നു. എടുക്കരുതെന്നല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ എടുക്കും, ചിലപ്പം ബിഗ് ബോസിൻ്റെ മനസ്സ് മാറിയാലോ. നെവിൻ മനസ്സുകൊണ്ട് വിചാരിച്ചത് പണപ്പെട്ടി വരുന്ന സമയത്ത് പണപ്പെട്ടി എടുത്തിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് ആശാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അക്ബർ എടുത്ത് നിവിൻ മുമ്പേ പറഞ്ഞിരുന്നു പണപ്പെട്ടി വരുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോവും പണപ്പെട്ടി എന്ന് പറഞ്ഞു. ഇത് ബിഗ് ബോസ് ഓർത്ത് വെച്ചിരിക്കുകയായിരുന്നു. ബിഗ് ബോസ് അപ്പോൾ ഇവൻ പണപ്പെട്ടി എടുക്കാനായിട്ട് നിൽക്കുകയാണോ, എടുക്കണ്ട. അങ്ങനെ അവനൊരു പണി കൊടുത്തു. അങ്ങനെ ആശാൻ ഇപ്പം പണം വരുമ്പോഴത്തേക്ക് ആകെപ്പാടെ വിഷമമാണ്. പണം ഉണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ആണ് അക്ബർ എടുത്ത് ചോദിക്കുന്നത്. എല്ലാത്തിനും പണം വേണ്ടേ എന്ന്.